അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിലേത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ കണ്ട റോഡും KSRTC ബസ്സും ഒക്കെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറഞ്ഞതാണ്. അങ്ങനെ ഒരു അന്താരാഷ്ട്ര അംഗീകാരങ്ങളൊക്കെ നേടി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവാർഡൊക്കെ കിട്ടിയ നമ്പർ 1 ആരോഗ്യരംഗമാണ് കേരളത്തിലേതെന്ന്. എന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ സത്യത്തിൽ എന്നെ പിടിച്ച് ഭയങ്കരമായിട്ട് ഉലച്ചൊരു സംഗതിയാണ്. 2 ദിവസം മനസ്സമാധാനം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ് ടു ഡേറ്റ് ആ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച് അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. ഇപ്പോൾ പറ്റുന്നത് കൊണ്ട് ഇപ്പൊ ചെയ്യാണ്, ദയവായി അതൊന്ന് ക്ഷമിക്കുക. സംഭവം ഇതാണ്. നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമില് പട്ടി കടിച്ച് പേവിഷബാധയേറ്റ് മരിച്ച ഒരു കുട്ടിയുടെ ഉമ്മ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. അതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതി മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ആദ്യം ഈ പട്ടി കടിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നത് സർക്കാർ താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് വാക്സിൻ എടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സർക്കാർ സംവിധാനത്തെ പറ്റി വളരെ വേദനയോടെയാണ് അവർ പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു. എന്റെ കുഞ്ഞിന് വാക്സിൻ കൃത്യമായിട്ട് എടുത്തില്ല. അവര് കൊണ്ടു ചെല്ലുമ്പോ ഇവര് ഡിലേ ആണ്. ഒരു പേഷ്യന്റിനെ ഇല്ല ഒരു കുഞ്ഞിനെ കൊണ്ടു ചെല്ലുമ്പം എന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഇവിടാണ് മുറിവുണ്ടായത്. ബാക്കിൽ 2 സൈഡിലും മുറിവുണ്ടായിരുന്നു. അതായത് ചവച്ചരച്ചു കളഞ്ഞ മാംസം പൈപ്പിന്റെ മൂട്ടി നിർത്തി ആ മാംസം ഫുള്ള് പറിച്ചു കളയുമ്പോഴും എന്റെ കുഞ്ഞ് ഒരു പ്രതികരണം ഇല്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം നമുക്ക് അത്രയ്ക്ക് ടെൻഷനും പേടിയും എല്ലാം ആയിട്ട് ഭയങ്കര ഒരവസ്ഥയായിരുന്നു. ഞാൻ എന്നിട്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവർക്ക് അതൊക്കത്തില്ല, OP ടിക്കറ്റ് വേണം, അത് വേണം, ഇത് വേണം, ഞങ്ങൾക്ക് മുറിവ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വന്ന ലേഡി ഡോക്ടർ ഈ മുറിവിനകത്ത് കുത്തിവെക്കേണ്ട മരുന്ന് വെറുതെ സ്പ്രേ ചെയ്ത് കളയാ ചെയ്തത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചെന്ന് അടുത്തടുത്ത് നിന്ന് ഈ വാക്സിൻ എടുക്കാൻ പറ്റില്ല. ചികിത്സ കിട്ടിയില്ല. അവര് നമ്മൾ ഒരു പട്ടി കടിച്ച് കൊണ്ടു ചെല്ലുമ്പോൾ അത്രയും കെയർലെസ് ആയിട്ട്, അതായത് അവർ സ്ഥിരം കാണുന്ന എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് വെക്ക, ഇല്ലെങ്കിൽ ആ മുറിവ് ഒന്ന് പരിശോധിക്കാൻ പോലെ ഒരു അറപ്പ് പോലായിരുന്നു ആ ഡോക്ടർ എന്റെ കുഞ്ഞിനോട് പെരുമാറിയുന്നത്. സാർ പറയാൻ ഒരു പെയിൻ കില്ലർ എന്റെ കുഞ്ഞിന് കൊടുത്തില്ല. അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് അത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റാൻ ഞാൻ പിറ്റേന്ന് ഞാൻ മെഡിസിറ്റിയെ കൊണ്ടു ചെന്നാണ് ആ മുറിവ് പരിശോധിച്ചത്. ഇവിടെ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടറിന്റെ അടുത്ത് മുറിവ് കൊണ്ട് കാണിച്ചപ്പോ സർജൻ പറഞ്ഞത് എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല എന്നാ പറഞ്ഞത്. അവര് വ്യക്തമായി പറയുന്നുണ്ട് കുട്ടീനെ ഭയങ്കര അറപ്പോടെയാണ് അവിടുത്തെ ഡോക്ടർ കണ്ടതെന്നും ആ മുറിവ് മര്യാദയ്ക്കൊന്ന് പരിശോധിക്കാൻ പോലും അവർ തയ്യാറായില്ല. നമുക്കറിയാം പട്ടി അല്ലെങ്കിൽ ഈ പേവിഷബാധ വരുന്ന രീതിയിലുള്ള മൃഗങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണോ ആ മുറിവ് വൃത്തിയാക്കിയിട്ട് വാക്സിൻ എടുക്കുന്നത് അതാണ് അതിന്റെ റിസൾട്ട്. സമയം വൈകും തോറും പേവിഷബാധ പടരുകയും കുട്ടി അല്ലെങ്കിൽ കടി കിട്ടിയത് ആരാണോ അവര് ഭയങ്കര ദുസ്സഹമായിട്ടുള്ള ഒരു മരണം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും. അത് ഒഴിവാക്കാനാണ് അപ് ടു ഡേറ്റ് ആയിട്ട് വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് അതുപോലും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് വേദനയോടെ ആ അമ്മ പറയുന്നത്. അവിടുന്ന് SITയിലേക്ക് മാറ്റി SITയിൽ വെച്ചിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ വളരെ വേദനയോടെ SITയിൽ അനുഭവിച്ച കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മനുഷ്യരാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പട്ടികളെ കൊണ്ട് ശല്യമാണ്, ഞാൻ പട്ടികൾക്കെതിരെ പരാതി പഞ്ചായത്തിൽ തരട്ടെ എന്ന് പറഞ്ഞപ്പം മെമ്പർ പറഞ്ഞത് പട്ടിക്കെതിരെ പരാതി കൊടുത്താൽ നിന്നെ പിടിച്ചകത്തിടുമെന്നാണ്. എന്ത് നാടാണിത് എന്ന് നമുക്ക് തോന്നിപ്പോവല്ലേ. ഞാൻ പേഴ്സണലായിട്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം, കഴിഞ്ഞ വർഷം മാത്രം പേവിഷബാധ എന്ന പേരിൽ എഴുതി വെച്ചിരിക്കുന്ന കൗണ്ട് ഭയങ്കര വലുതാണ്. അതിനകത്ത് പട്ടി കടിച്ചത് മാത്രമല്ല, വവ്വാല് കടിച്ചത്, പൂച്ച മാന്തിയത്, അങ്ങനെ എല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിലാണ് എഴുതി വെക്കുന്നത്. എന്നാൽ ഇവരിൽ എത്ര പേർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കിട്ടിയിട്ടുണ്ട്? പട്ടി കടിച്ച് പേവിഷബാധ ഏറ്റ ആരും തന്നെ അതിജീവിച്ചിട്ടില്ല. എന്നാൽ ഇവർ പറയുന്ന കണക്കിൻ പ്രകാരം പൂച്ച മാന്തിയത് അല്ലെങ്കിൽ വവ്വാല് കടിച്ചത് ഇവർക്കൊന്നും പ്രശ്നമില്ല. എന്നിട്ട് ഇവർ കണക്ക് എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പേവിഷബാധ ഉണ്ടായവരെ നമ്മൾ ക്ലിനിക്കലി ചികിത്സിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനോട് കൂടെ സംസാരിച്ചപ്പം അറിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് വാക്സിൻ സൂക്ഷിക്കാനുള്ള സംവിധാനം പോലും പല ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇല്ല. എന്ന് വെച്ചാൽ വാക്സിൻ സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലാണ്. ഇത്ര ടെമ്പറേച്ചറിൽ വെച്ചാൽ മാത്രമേ അത് അങ്ങനെ ഇരിക്കുള്ളൂ. നമുക്കറിയാം വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താ, അതേ അണുക്കളിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുക്കുന്ന മരുന്നാണ്, ഒരു ആന്റിബോഡിയാണ്. അത് അതുപോലെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം. ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് സ്ഥലത്ത് ഫ്രിഡ്ജില്ല. ഇനി ഉള്ള ഫ്രിഡ്ജ് ആണെങ്കിൽ വർക്ക് ചെയ്യുമില്ല. ഇതൊക്കെ ആരാണ് അനുഭവിക്കുന്നത്? ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. ഇന്നേ വരെ ഒരു മന്ത്രിയുടെയും ഒരു MLAയുടെയും മക്കൾക്ക് പേവിഷബാധയേറ്റ് ഇങ്ങനെ ദുസ്സഹമായിട്ട് മരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അവരൊക്കെയും പോകുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ്. ഇതാണോ സാറേ നമ്പർ 1? ഇതെന്ത് നമ്പർ 1 ആണ് സാറേ? ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ചേച്ചി തന്നെ പറയുന്നുണ്ട് SITയിൽ ചെന്നപ്പോൾ ഒരു പീഡിയാട്രിഷ്യൻ പോലും അവിടെ അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളത്. സർജനോട് ചോദിക്കുമ്പോൾ സർജൻ പറയുന്നത് കുട്ടികളുടെ കാര്യം എനിക്ക് അറിയില്ല എന്നാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സാധാരണക്കാരായ ജനം എന്ന രീതിയിൽ ചോദിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ VV രാജേഷ് എന്ന മേയർ ഇത്രയധികം പട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിക്കാനായിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി എല്ലാത്തിനും പിടിച്ചുകൊണ്ടുപോയി അവിടെ ആക്കുമ്പോൾ ആ ഷെൽട്ടർ പൂട്ടിക്കണം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവർ ആരുടെയെങ്കിലും മക്കള് പട്ടി കടിച്ച് ആ മരിക്കുന്ന ആ ഒരു വിഷമം അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറയോ?
എങ്ങനെയാണ് നിങ്ങൾക്ക് മനുഷ്യനേക്കാൾ സ്നേഹം ഒരു മൃഗത്തോട് ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പേവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു വ്യക്തി, അത്രയും വേദന ഈ ഭൂമിയിൽ വെറും അത് ആൾക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണെന്നേ. അങ്ങനെ ഒരു മരണം ഒരു മനുഷ്യന് കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ പട്ടികളെ സംരക്ഷിച്ച്? അതുപോലൊരു മേയർ, അതുപോലൊരു ഭരണം എന്ന് കേരളം മുഴുവൻ വ്യാപിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്പർ 1 എന്ന് പറയുന്നത് ചീട്ടുകൊട്ടാരമാണ് സാറേ. വെറുതെ കെട്ടി വെച്ചിരിക്കുന്ന എന്നൊന്ന് ഊതിക്കഴിഞ്ഞാൽ താഴെ വീടാവുന്ന ചീട്ടുകൊട്ടാരം. നിങ്ങളെല്ലാം ഈ പറയുന്ന പോസ്റ്ററുകൾ ഒട്ടിച്ച് വലിയ രീതിയിലുള്ള തള്ളുകൾ നടത്തുമ്പോൾ ജനങ്ങൾ ആരും തന്നെ അതിനോട് അനുകൂലിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കൊടി പിടിച്ച് നടക്കുന്ന ആൾക്കാർ മാത്രമേ പിണറായി വിജയന്റെ സർക്കാർ നല്ലതാണെന്ന് പറയുന്നുള്ളൂ. മറ്റുള്ളവർ എന്താ പറയാത്തത്? എന്തുകൊണ്ടാണ് പ്രായമായ വ്യക്തികൾ വളരെ മോശമായ രീതിയിൽ വരെ പബ്ലിക് ഒപ്പീനിയനിൽ പ്രതികരിക്കുന്നത്? അവർക്കൊന്നും അനുഭവ വേദ്യമല്ല നിങ്ങൾ പറയുന്ന ഈ പറയുന്ന ഒരു പുരോഗതിയും പേപ്പറിലല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അത് റിഫ്ലക്റ്റ് അല്ല. ഇന്നും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അടുത്ത പിണറായി വിജയൻ സർക്കാർ കയറി കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ എന്ന വാക്കുണ്ടാവില്ലെന്ന. എന്താണ് പാവപ്പെട്ടവനെ നിങ്ങൾ അങ്ങ് തീർത്ത് കളയോ? ഇതേപോലെ പട്ടി കടിച്ചും വവ്വാല് കടിച്ചും കൊറോണ വന്നൊക്കെ ആൾക്കാർ തീർന്നു പോകുന്നതിനെയാണോ നിങ്ങൾ പറയുന്നത്? അല്ലാതെ അവരെ ഒന്നും സാമ്പത്തിക ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം, നല്ല ചികിത്സ ഇതൊക്കെ സർക്കാർ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഭരിച്ച് ഈ പറയുന്ന 2 ടേമിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കേണ്ടത്? ഇപ്പോഴും പട്ടികൾ അധികം നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ മനുഷ്യർ പേടിക്കുകയാണ്. പട്ടിയാണോ മനുഷ്യനാണോ ഇവിടെ ടാക്സ് കൊടുക്കുന്നത്? പട്ടിയാണോ മനുഷ്യനാണോ ഇവിടെ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ശരിയല്ലേ?